ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. ഫിലിപ്പാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഒരു 3D മോഡൽ, ഒരു ക്യാരക്ടർ 3D മോഡൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെഫറൻസ് ഇമേജ് എങ്ങനെ ZBrushലോട്ട് നമുക്ക് കൊണ്ടുവരാം, ആ റെഫറൻസ് ഇമേജ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ 3D മോഡൽ, ക്യാരക്ടർ 3D മോഡൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഐഡിയ ആണ് തരാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. സോ അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് മോഡലുണ്ട്. മോഡലിൻ്റെ ബേസ് മോഡൽ എന്ന രീതിയിൽ ഞാനൊരു ഫ്രീ 3D മോഡലിനെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. സോ അതിൻ്റെ ബാക്കിലോട്ട് ഇതൊരു ബേസ്, നോർമലി മായയിൽ നിന്ന് ബേസ് മോഡലായിട്ട് കൊണ്ടുവന്നതിന് ശേഷം ബാക്കി ഫർദർ മോഡിഫിക്കേഷൻസ് ആൻഡ് സ്കൾപ്റ്റിങ്സ് ആണ് ZBrushൽ നോർമലി നമ്മൾ ചെയ്യാറ്. അപ്പോൾ ബേസ് മോഡൽ എന്ന കോൺസെപ്റ്റിൽ നിങ്ങൾ ചിന്തിക്കുക. ബാക്കി സ്കൾപ്റ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് റെഫറൻസ് ഇമേജസ് നമുക്ക് ഇവിടെയും ആവശ്യം വരുന്നത് ZBrushലും. സോ ആദ്യം ബേസ് മോഡൽ ചെയ്ത അതേ മായയിൽ ചെയ്ത സമയത്ത് ഈ ബേസ് മോഡൽ ചെയ്യാൻ യൂസ് ചെയ്ത ഒരു റെഫറൻസ് ഇമേജ് ഇവിടെ കൊണ്ടുവരണം എന്നുള്ള അസംഷനിലാണ്, എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ മോഡൽ ഇവിടെ ഉണ്ട്. മോഡലിൻ്റെ ഫർദർ സ്കൾപ്റ്റിങ്ങിന് വേണ്ടി ആദ്യം ഈ മോഡൽ ബേസ് മോഡൽ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന റെഫറൻസിനെ എടുക്കാൻ പോവാണ്. സോ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് റെഫറൻസ് ഇമേജ് ഡൗൺലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലോട്ട് വരിക, വ്യൂ പോർട്ടിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരിക. ക്യാൻവാസിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് മെനു ഐറ്റംസ് കാണാം. അതിൽ ഈ ഫ്ലോർ എന്നുള്ള ഐറ്റം, ഫ്ലോ ഗ്രിഡ് അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്ലോർ ഗ്രിഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് താഴെ ഒരു ഫ്ലോർ, എന്താ പറയുക, ഒരു ഗ്രിഡ് കാണാൻ പറ്റും. ഓക്കെ, സോ അത് ആക്റ്റീവായിട്ടുണ്ട്. ഇനി നമ്മൾ മെനുവിൽ പോവുക. മെനുവിൽ പോയിട്ട് ഡ്രോ എന്നുള്ള ഏരിയ കണ്ടുപിടിക്കുക. സോ ഡ്രോ കണ്ടുപിടിച്ചു. ഡ്രോയിൽ നമുക്ക് ഇനിയിപ്പോൾ വേണ്ട ഒരു ഏരിയ ഉണ്ട്, സ്നാപ്ഷോട്ട് ടു ഗ്രിഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഡ്രോയിനുള്ളിൽ. സോ അതിൽ പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഇതായിരുന്നു. അവിടെ നമുക്ക് സ്നാപ്പ്, ഫ്രണ്ട് ബാക്ക്, അപ്പ് ഡൗൺ, ലെഫ്റ്റ് റൈറ്റ് മോഡിഫയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബാക്ക് അല്ലെങ്കിൽ അപ്പ് ഡൗൺ എന്ന രീതിയിൽ ഉള്ള ഒരു പോയിൻ്റ് ഉണ്ട്. സോ അവിടെ ഫ്രണ്ട് ബാക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫ്രണ്ട് ബാക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് മാപ്പ് 1, മാപ്പ് 2 എന്ന് നമുക്ക് കാണാൻ പറ്റും. മാപ്പ് 1, മാപ്പ് 2 എന്നതിനകത്ത് നമുക്കുള്ളത് മാപ്പ് 1 എന്നുള്ളത് ഫ്രണ്ടും മാപ്പ് 2 എന്നുള്ളത് ബാക്കും എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ട് ബാക്ക് എന്നുള്ള കോൺസെപ്റ്റ് വന്നേക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്ന കാര്യം അതാണ്, ഈ ഒരു 2 ബട്ടൺസ്. സോ ഞാൻ മാപ്പ് 1 ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെനു വരും. ക്വിക്ക് പിക്ക് എന്നൊരു മെനു വരുന്നുണ്ട്. അതല്ലാതെ നേരെ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഞാൻ കൊടുത്തു, ഓപ്പൺ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ വല്ലാതെ സ്കെയിലായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യണം. സ്കെയിൽ ഡൗൺ ചെയ്യാനായിട്ട് നേരെ ഡ്രോയിൽ വരിക. ഇവിടെ സ്കെയിൽ ഓപ്ഷൻ ചെയ്യുന്നു. കുറച്ച് ചെറുതോ വലുതോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ആക്കണമെങ്കിൽ നേരെ വീണ്ടും ആ ഒരു ഏരിയയിലോട്ട് വരിക. എന്നിട്ട് വെർട്ടിക്കൽ ഓഫ്സെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഹൊറിസോണ്ടൽ ഓഫ്സെറ്റും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി സ്കൾപ്റ്റിങ്ങിന് കുറച്ച് ഈസി ആക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, നമുക്ക് ഈ ഒരു റെഫറൻസ് ഇമേജ് നമുക്ക് 3D മോഡലിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റണം. സോ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, മെനുവിൽ തന്നെ ഡ്രോയിൽ പോകുന്നു. ഡ്രോയിൽ പോയിട്ട് ഫിൽ മോഡ് എന്നൊരു ഏരിയ ഉണ്ട്. ഫിൽ മോഡിൽ പോവുക. അതായത് ഇവിടെ ഫിൽ മോഡ് കാണാൻ പറ്റും. ഓപ്പൺ സേവ് എന്ന് പറയുന്ന ഏരിയ, അതിൻ്റെ കൂടെ തന്നെ ഫ്ലോർ ഗ്രിഡിൻ്റെ ഐറ്റം കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫിൽ മോഡും കാണാൻ പറ്റും. സോ ഫിൽ മോഡിൽ പോയിട്ട് 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 കാണാൻ പറ്റും. ഈ ഏരിയ 0 കംപ്ലീറ്റ്ലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണത്തില്ല, ഹിഡൻ ആവും. 1 കുറച്ചുകൂടെ റെഫറൻസ് ഇമേജ് കാണാൻ പറ്റും. 2 കുറച്ചുകൂടെ ക്ലിയർ ആവും. 3 പറയുമ്പോഴത്തേക്ക് 3D മോഡൽ ട്രാൻസ്പെറൻ്റായി ബാക്ക്ഗ്രൗണ്ടിലുള്ള റെഫറൻസ് ഇമേജിനെയും കൂടി നമുക്ക് കണ്ടുകൊണ്ട് മോഡൽ ചെയ്യാൻ പറ്റും, സ്കൾപ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഈസിയായി കിട്ടും റെഫറൻസ് ഇമേജ്. സോ എന്താ ചെയ്യേണ്ടത്, ഡ്രോയിൽ പോവുക. എന്നിട്ട് ഓപ്പൺ ആൻഡ് സേവ് കാണുന്ന ഏരിയയിൽ വന്നിട്ട് ഫിൽ മോഡിൽ 3 എന്നുള്ളൊരു വാല്യൂ ലെവലിലോട്ട് അതിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, 0 കഴിഞ്ഞാൽ ഹിഡൻ ആവും, അത്രേ ഉള്ളൂ. ഹിഡൻ ആയി. 1 കഴിഞ്ഞാൽ ആൻഡ് 2 കഴിഞ്ഞാൽ കുഴപ്പമില്ല. 3D മോഡലും കാണാം, റെഫറൻസ് ബാക്കിലുണ്ടെന്ന് കാണാം. 3 കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് രണ്ടിനെയും കാണാൻ പറ്റും, ലൈക്ക് ദിസ്. ഓക്കെ,
നെക്സ്റ്റ് പറയാനുള്ളത് എൻഹാൻസ് ഒപ്പേസിറ്റി എന്നൊരു ഓപ്ഷനാണ്. ഇവിടെ എൻഹാൻസ് ഒപ്പേസിറ്റി അതിന് തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും. എൻഹാൻസ് ഫാക്ടർ, എൻഹാൻസ് ഒപ്പേസിറ്റി. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. എൻഹാൻസ് ഒപ്പേസിറ്റി പറഞ്ഞാൽ കണ്ടില്ലേ, എൻഹാൻസ് ഒപ്പേസിറ്റി 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് 3D മോഡൽ മാത്രമായിട്ട് കാണാൻ പറ്റും. എൻഹാൻസ് ഒപ്പേസിറ്റി 0.1 ആക്കി കഴിഞ്ഞാൽ തിരിച്ച് പഴയപോലെ കിട്ടും. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 3D മോഡലിൻ്റെ വിസിബിലിറ്റി കൂടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു റെഫറൻസ് ഇമേജ് 3D മോഡലിൻ്റെ കൂടെ ZBrushൽ കൊണ്ടുവന്നിട്ട് റെഫറൻസ് ഇമേജ് നോക്കി 3D മോഡൽ ചെയ്യാനുള്ള ലെവലിലോട്ട് ഇതിനെ ഒന്ന് സെറ്റപ്പ് ചെയ്യുന്നത്, അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത് ക്യാൻവാസിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ഇടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വേണ്ടി വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.